ഇന്ന് നമുക്ക് ലിവിംഗ് റൂമിലെ ഈ ഒരു ഏരിയ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം. ഇത് പ്രത്യേകിച്ച് മേക്ക് ഓവർ ചെയ്യാനൊന്നുമില്ല. ഇവിടെ വെച്ച സാധനങ്ങളെല്ലാം കൂടെ എടുത്ത് മാറ്റി ഒന്ന് പൊടി തട്ടി ഒന്നുകൂടെ എടുത്ത് വെക്കണം, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ കാണുന്ന സാധനമെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി വെച്ചേ. ഇനി ഇതെല്ലാം ഒന്ന് പൊടി തട്ടി, ഈ സ്ഥലം ഒന്ന് പൊടി തട്ടി, ഇതെല്ലാം എടുത്തിട്ട് ആടെ വെക്കണം. സോ ലെറ്റ്സ് ഗോ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മളിവിടെ ഓൾറെഡി പൊടി തട്ടി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് ഈ സാധനം വെക്കേണ്ട ആവശ്യമുള്ളൂ. ആൻഡ് ഗൈസ്, ബൈ ദ വേ സമയം പറയാൻ മറന്നുപോയി. ഇപ്പൊ സമയം 9:10 ആയിട്ടുണ്ട്. 10 മണിക്ക് മുന്നേ എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കണം. ഗൈസ്, ഫസ്റ്റ്ലി നമുക്ക് ഇവിടെ ആ ഒരു എന്താ പറയണേ, ഒരു പച്ചപ്പായ, ഒരു പച്ചപ്പുല്ല് വിരിക്കാനുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് വിരിക്കാം. ഇതാണ് നമ്മുടെ പച്ചപ്പുല്ല്. ഇനി നമുക്കിത് വിരിച്ചു കൊടുക്കാം. ഇനി ആടെ കുറച്ച് ആ പച്ചപ്പുല്ലിന്റെ മേലെ കുറച്ച് ആനിമൽസിനെ വെക്കാനുണ്ട്. ഇത് നമ്മൾ എത്രയാണ് 3 വയസ്സുള്ളവരെ മേടിച്ച ടോയ്സ് ആണ്. ഇത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ആളെ കൊണ്ട് വെക്കാൻ പറ്റും. ഇത് വെക്കുന്നതിന്റെ രസം നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിരിക്കും. And guys, that's finally done. ഇനി നമുക്ക് ഈ വണ്ടിനെ കൊണ്ടാക്കാം. ഇത് ഞാൻ 2 കൊല്ലം മുന്നേ ചെയ്ത വണ്ട. ഇത് 2 കൊല്ലാന്നോ 1 കൊല്ലാന്നോ? 1 കൊല്ലം മുന്നേ ചെയ്ത വണ്ടാണ്. ആൻഡ് ഇങ്ങനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊട്ടി ഭാഗത്ത് നിങ്ങളിങ്ങനെ കൈ വെക്കുക. കണ്ടോ, ഞാൻ വെച്ച പോലെ. അങ്ങനെ ഒരു ടിപ്സ് നിങ്ങൾക്ക് ആരും പറഞ്ഞില്ല, ഞാനേ പറഞ്ഞുതരും. സോ നിങ്ങൾ കേൾക്ക്. ഇത് നമുക്ക് ഇതിന്റെ പഴയ സ്ഥലത്ത് തന്നെ വെക്കാം. ഇവിടെ അതിൻ്റെ ഇവിടെ ഒരു ടിപ്പുണ്ട്, അതിന്റെ പൊട്ടി ഭാഗം കാണരുത്. ഇനി നമുക്ക് ഈ ഡസ്റ്റ്ബിന്ന് വെച്ച് കൊടുക്കാം. ഇടയിലെ സങ്കട വാർത്ത പറയട്ടെ, ഞങ്ങളുടെ ആന ചെരിഞ്ഞിട്ടുണ്ട്. ഡസ്റ്റ്ബിന്ന് നമുക്ക് വണ്ടിന്റെ ഇപ്പുറത്തായിട്ട് വെക്കാം. പ്രത്യേകിച്ച് ഇവിടെ വേസ്റ്റ് ഇടാൻ പോകുന്നില്ല, എന്നാലും ഇവിടെ വെക്കാം. ആടെ ഒരു കോണം ഇല്ല വെച്ചിട്ട്. ഇവിടെ വെച്ചാലോ? ഇവിടെ തന്നെ വെക്കാം. ഇവിടെ വെച്ചാലോ? ഇവിടെ വെച്ചാലോ? ഇവിടെ വെക്കാം. ഓക്കെ, അതൊക്കെയാണ്. ഗയ്സ്, ഇതാരാന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. ഇത് അച്ഛനും അമ്മയാണ്. അവരുടെ കല്യാണ സമയത്ത് ഫോട്ടോ ആണ്. ഇത് ഇവിടെ വെക്കാം. ഇനി നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ വെച്ചാൽ കുറച്ചും കൂടി നീക്കല്. എന്നാൽ അതാദ്യം വെക്ക്. ചമയം. നിങ്ങൾക്ക് ഈ തത്തേനെ പറ്റി അറിയാം. ഇത് നമുക്ക് പൂക്കള മത്സരത്തിന് 3rd കിട്ടിയ തത്തയാ. സോ ഈ തത്ത എല്ലാവരും കാണുന്നിടത്ത് തന്നെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെക്കാം. ഇത് നമുക്ക് വീട്ടിൽ കൂടലിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇവിടെ വെക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചാൽ തിരിയെല്ലാം ഇട്ടിട്ട് കത്തിക്കേണ്ടതാണ്. പക്ഷെ എങ്കിൽ അങ്ങനെ ആൻഡ് നമ്മളെ കഥകളിൻ്റെ ഏറ്റവും മേലെ വെച്ചിട്ട് ശരിക്കും ചുമര് തൂക്കേണ്ടതാണ്. പക്ഷെ എങ്കിൽ നമ്മൾ ചുമര് തൂക്കേണ്ട ഒരു സാധനം നമ്മൾ തൂക്കിയില്ല. പിന്നെ നമുക്ക് 2 ഫ്ലവർ പോട്ട് കൊണ്ടുവെക്കാം. സോറി ഗൈസ്, I mean 4. ഇതെല്ലാം അച്ഛൻ മേടിച്ചതാണ്. ഇത് ശരിക്കും നമ്മളിങ്ങനെ എന്തെങ്കിലും സാധനം മേടിക്കും ഒരു സ്ഥലത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് അത് ആടെ വെക്കില്ല. അത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് വെക്കും. ഈ ഗണപതിന്റെ സൈഡിൽ ഈ സ്ഥലം ശരിക്കും ഒരു പ്രതിമ വെക്കാനാക്കിയതാണ്. പക്ഷേ ഇതുവരെ നമുക്ക് പ്രതിമയൊന്നും നമ്മൾ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഗിഫ്റ്റ് കിട്ടിയ ഒരു കഥകളിക്കൂട്ടനെ വെക്കാം. ഓ, അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. ഓക്കെ, ഡൺ. അവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ.
ഇത് വീട്ടിൽ കൂടെ സമയത്തേ കിട്ടിയാണ്ട് നമ്മളതിൻ്റെ പൊടി കെട്ടിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഫ്രഷായിട്ട് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് തന്നെ അതിനകത്ത് തീരെ പൊടിയില്ല, കാണുന്നില്ല, തീരെ പൊടിയില്ല. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഗൈസ് ഫൈനലി ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇപ്പം സമയം 9:30 വേഗം കഴിഞ്ഞിനെ. ഇനി നമുക്ക് 10. ഞാൻ വിചാരിച്ചത്ര സമയം ആയിട്ടില്ല. ഒരു കുഞ്ഞു വീഡിയോ ആണ്. ആൻഡ് ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി ഒരാണ്ട് കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.